സർക്കാരിന്റെ യുവജന വഞ്ചനയ്ക്കെതിരെ യുവമോർച്ച ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. മാർച്ച് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാർ യുവജനങ്ങളോട് യുദ്ധപ്രഖ്യാപനം നടത്തുന്നുവെന്ന് പ്രഖ്യാപിച്ചാണ് യുവമോർച്ചയുടെ പ്രതിഷേധം. എസ് ശാലിനി ചേരുന്നു. ശാലിനി, യുവമോർച്ചയുടെ പ്രതിഷേധമാണ് സർക്കാരിന്റെ യുവജന വഞ്ചനയ്ക്ക് എതിരെ. എപ്പോഴായിരിക്കും പ്രതിഷേധം നടക്കുക? എന്തെല്ലാം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രതിഷേധം? നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് യുവജനങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന അനീതിപരമായിട്ടുള്ള നടപടികൾ, ഇതിനെതിരെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നത്. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് യുവമോർച്ച നടത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. രാവിലെ 11 മണിയോടുകൂടി പ്രതിഷേധ മാർച്ച് നടക്കും. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. കഴിഞ്ഞ കുറച്ചധികം നാളുകളായി സംസ്ഥാനത്ത് തുടരുന്ന പ്രത്യേകിച്ച് യുവജനങ്ങളിലായിട്ടുള്ള ആളുകളോടും ഒപ്പം തന്നെ സംരംഭകരോടുമൊക്കെ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾക്കെതിരെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ശക്തമാക്കുന്നത്. അത് മാത്രമല്ല, ഭരണ പ്രതിപക്ഷ അംഗങ്ങളൊന്നും തന്നെ യുവജനങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അവരെല്ലാം ഒരേ തൂവൽ പക്ഷികൾ എന്നുള്ളതാണ് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള മനു പ്രസാദ് കഴിഞ്ഞ ദിവസം ആരോപിക്കുകയും ചെയ്തിട്ടുള്ളത്. നിയമസഭയിലടക്കം ഈ വിഷയം ഉന്നയിക്കുമെന്നുള്ളതായിരുന്നു യുവമോർച്ച പ്രവർത്തകരുടെ അവരുടെ പ്രതീക്ഷകൾ. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ കോൺഗ്രസ് തകർത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്താനൊരുങ്ങുന്നത്. ഒന്ന്, കേരളത്തിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുകയാണ്. ദേശീയ ശരാശരിയേക്കാളും ഒക്കെ കൂടുന്നൊരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. കൂടാതെ തന്നെ തൊഴിലില്ലായ്മയ്ക്കൊപ്പം കൂടുതൽ സംരംഭങ്ങൾ, അത് യുവ സംരംഭകർ കേരളത്തിലേക്ക് എത്തുമ്പോൾ അവരെ ഇവിടുന്ന് ആട്ടിപ്പായിക്കുന്ന സമീപനം സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നു. കൂടാതെ തന്നെ യുവജനക്ഷേമ ബോർഡ് അടക്കമുള്ളവ പ്രവർത്തിക്കുന്നില്ല. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് യുവജന സംഘടനകൾ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്, യുവമോർച്ച പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ശബരിമലയുടെ കാര്യം മാത്രം നോക്കി സ്വർണവും ക്ഷേത്രങ്ങളിലെ മുതലും കട്ടുമുടിക്കാൻ മാത്രമാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്ത് നടക്കുന്ന അടിയന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ പരിഹരിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അടിയന്തരമായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ആരോപണം കൂടി യുവമോർച്ച മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്യുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യാറുണ്ട്. ഈ വാഗ്ദാനങ്ങളൊക്കെ വെറും പൊള്ളയായ വാഗ്ദാനങ്ങളാണ്. കഴിഞ്ഞ ഏകദേശം 7 വർഷത്തിലധികമായി സംസ്ഥാനത്ത് തുടർന്നു വന്നിരിക്കുന്ന യുവജന വഞ്ചനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് യുവമോർച്ച അറിയിച്ചിട്ടുള്ളത്. എന്തായാലും രാവിലെ 11 മണിക്കാണ് സെക്രട്ടേറിയറ്റിലേക്കുള്ള പ്രതിഷേധ മാർച്ച് ആരംഭിക്കുക. രോഹിണി. ശരി, എസ് ശാലിനിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.